ഈ 5 പ്രധാന വിഷയങ്ങളിൽ നിങ്ങൾക്ക് പണം എടുക്കാം. അത് 105ഓളം സ്പെസിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവൂ. ഒരു പ്രദേശത്തെ ജനതയുടെ സ്വഭാവം മാറുമ്പോൾ, അവരുടെ ജീവിത രീതി മാറുമ്പോൾ അവരുടെ സംസ്കാരം മൊത്തം മാറിപ്പോവുകയാണ്. ഇന്ത്യ ഗവൺമെന്റ് തകർക്കുന്നതിന് വേണ്ടിയിട്ട്, ഇന്ത്യയിലെ നിലവിലുള്ള സംവിധാനങ്ങളെ തകർക്കുന്നതിനായിട്ട്, നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും ദുർബലപ്പെടുത്തുന്നതിനായിട്ട് പലരും ഫണ്ട് ഉപയോഗിക്കുന്നു. മാധവ് ഗാഡ്ഗിൽ എന്ത് പറഞ്ഞോ ആ സാധനത്തിന് ഇവരങ്ങ് വിലക്കെടുക്കും. അദ്ദേഹം വളരെ റിസർച്ച് ചെയ്ത് വളരെ പാടുപെട്ട് നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു വിപത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് മുഴുവൻ അങ്ങ് ഏറ്റെടുത്തിട്ട് പിന്നെ ഇവരങ്ങ് പ്രചരണം തുടങ്ങി. ഇവർ ഈ പണം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുക, നമ്മൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മുടെ രാജ്യം മറ്റൊരു രാജ്യത്തിന് പണം കൊടുക്കുന്നെങ്കിൽ, ആ രാജ്യം നമ്മുടെ രാജ്യത്തേക്ക് പണം തരുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ഉദ്ദേശം അവരുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരെ ഇതിനകത്ത് വളർത്തി വിധ്വംസ പ്രവർത്തനങ്ങൾ നടത്തി നമ്മുടെ സർക്കാരിനെ നിർവീര്യമാക്കുക, നമ്മുടെ പട്ടാളത്തെ നിർവീര്യമാക്കുക, നമ്മുടെ രാജ്യ സുരക്ഷയെ തകർക്കുക എന്നുള്ളത് തന്നെയാണ്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. വിദേശ സംഭാവന നിയന്ത്രണ ചട്ടത്തിൽ കർശന വ്യവസ്ഥകളടങ്ങിയ ഭേദഗതികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കേന്ദ്രം ഇപ്പോൾ ഇത്തരമൊരു നീക്കവുമായി മുന്നോട്ട് പോകുന്നത്? ഈ വിഷയം വീണ്ടും ചർച്ചയാകുമ്പോൾ അത് രാജ്യരക്ഷയെ ബാധിക്കുന്ന ഒന്നാകാനുള്ള സാധ്യതയുണ്ടോ? മതപരിവർത്തനം നമ്മുടെ രാജ്യത്ത് രൂക്ഷമായി മുന്നോട്ട് പോവുകയാണോ? പരിശോധിക്കാം എന്താണ് ഇതിന് പിന്നിൽ എന്ന്. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സാർ. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. FCRA വീണ്ടും ചർച്ചയാവുമ്പോൾ അതിൽ ഒരുപാട് വിമർശനങ്ങൾക്ക് സാധ്യതയുള്ള നാടാണ് കേരളം, അല്ലേ? നമുക്കറിയാം നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇത് BJPക്ക് വലിയ രീതിയിൽ തിരിച്ചടിയായി എന്നുള്ള രീതിയിലൊക്കെ വിലയിരുത്തൽ വന്നിരുന്നു. അതായത് ക്രിസ്ത്യൻ മിഷണറിമാരെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അവർക്ക് കൂച്ചുവിലങ്ങിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം എന്നുള്ള രീതിയിലുള്ള പ്രചാരണം വളരെ വ്യാപകമായിരുന്നു. ഇപ്പോൾ പക്ഷേ വീണ്ടും വന്നിരിക്കുകയാണിത്. കൂടുതൽ ചട്ടങ്ങൾ കർശനമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാണ്. എന്തൊക്കെയായിരിക്കാം ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളെന്നാണ് അങ്ങ് കരുതുന്നത്? ഇതിൻ്റെ പിന്നിൽ വെറും നിസ്സാരമായ കാരണമേ ഉള്ളൂ. എങ്ങനെ നിങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നു, ആ ഫണ്ട് ആര് തരുന്നു, അത് നിങ്ങളുടെ പേരിൽ ആണോ നിങ്ങൾ നിക്ഷേപിക്കുന്നത്, അതെന്തിനൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഇത്തരം ചോദ്യങ്ങളെ കേന്ദ്ര ഗവൺമെൻറ് ചോദിക്കുന്നുള്ളൂ. ഇതിന് കൃത്യമായ ഉത്തരം കൊടുത്താൽ മതി. ഇതിന് കൃത്യമായ ഉത്തരം കൊടുത്താൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ അതിന് ഉത്തരം കൊടുക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, ഇത് ഞങ്ങളുടെ മതസ്വാതന്ത്ര്യത്തെ ഖനിക്കുന്നതാണ്, അതുപോലെ തന്നെ ഞങ്ങളുടെ പള്ളിയെ പൊളിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ രംഗത്ത് വരുന്നതിൻ്റെ അർത്ഥം മറ്റൊന്നാണെന്നുള്ളതാണ് അതിൻ്റെ പുറകിലുള്ള ഒരു ചേതോവികാരം, അല്ലേ? ഈ മതപരമായിട്ടുള്ള ബോഡീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ, കോളേജുകൾ, അതുപോലെ തന്നെ ചാരിറ്റി കേന്ദ്രങ്ങൾ, ആതുരാലയങ്ങൾ, ഇവയൊക്കെ തന്നെ കൂടുതൽ സ്വതന്ത്രമായി ജോലി ചെയ്യുവാൻ അനുവദിക്കാത്ത വിധത്തിലുള്ള ഒരു കടന്നുകയറ്റം, അങ്ങനെയാണ് പറയുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അതായത് നിങ്ങൾക്ക് 5 പ്രധാന വിഷയങ്ങളിൽ നിങ്ങൾക്ക് വിദേശ ഫണ്ട് വാങ്ങിക്കാം. അതിലൊന്ന് മതം തന്നെയാണ്. ഓക്കെ. രണ്ടാമത്തേത് സാംസ്കാരികം, മൂന്നാമത്തേത് സാമൂഹികം, നാലാമത്തേത് സാമ്പത്തികം, അഞ്ചാമത്തേത് വിദ്യാഭ്യാസം. ഓക്കെ. ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആരുടെ നിന്നും പണം വാങ്ങിക്കാം. ഓക്കെ. ഏത് വിദേശ ഏജൻസിയിൽ നിന്നും പണം വാങ്ങിക്കാം, ഒരു പ്രശ്നവുമില്ല. എന്നിട്ട് ഇത് 105 പ്രവർത്തന മേഖലകൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്തെ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ 5 പ്രധാന വിഷയങ്ങളിൽ നിങ്ങൾക്ക് പണം എടുക്കാം. അത് 105ഓളം സ്പെസിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവൂ. ഓക്കെ. പിന്നെ ഇത് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുന്ന സംഘടനയായിരിക്കണം. ആ രജിസ്ട്രേഷൻ ഒരു സംസ്ഥാനത്ത് നിലനിൽക്കണം എന്ന വിധത്തിലായിരിക്കണം. ഓക്കെ. ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഉണ്ടെങ്കിൽ തമിഴ്നാട്ടിന് പ്രത്യേക രജിസ്ട്രേഷനും കൂടെ നമ്മൾ എടുക്കണം. ഇത്രയേ ഉള്ളൂ അതിനകത്ത് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളായിട്ട് വരുന്നത്. അതായത് ഇവരൊക്കെ തന്നെ പരസ്യമാക്കിയിരിക്കുന്ന കാരണങ്ങൾ അത് അങ്ങോട്ട് സർക്കാരിൻ്റെ കണക്ക് സഹിതം സമർപ്പിച്ചാൽ മതി. അപ്പോൾ ആനുവൽ റിട്ടേൺ കൊടുക്കണമെന്നുള്ളതുണ്ട്. ഈ ഒരു കാര്യത്തിലാണ് വിഷമം. ആനുവൽ റിട്ടേൺ കൊടുക്കുന്നത് എന്തിന്? ഞങ്ങൾക്ക് കിട്ടുന്ന പണം ഞങ്ങളങ്ങ് തിന്നാ പോരെ എന്നുള്ളതാണ് ചോദ്യം. അല്ല, അങ്ങനെ പറ്റൂല. കാരണം നമ്മുടെ രാജ്യത്ത് വരുന്ന ഫണ്ട് എന്തിനാണ് എന്നുള്ളത് നമ്മൾ അറിയണ്ടേ. ആരാണ് തരുന്നത്, ആർക്കാണ് തരുന്നത്, എന്ത് പർപ്പസിനാണ് തരുന്നത്, നിങ്ങളത് എവിടെയാണ് ഉപയോഗിക്കുന്നത്, എത്ര കാലം കൊണ്ട് ഉപയോഗിച്ചു, ഈ കാര്യങ്ങൾ ചോദിക്കണ്ടേ? ഇത് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് തരുന്ന രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് അവരുടെ രാജ്യത്ത് പട്ടിണിയില്ലാത്തതുകൊണ്ടല്ല,
ഇപ്പം അമേരിക്കയിൽ നമ്മൾ വിചാരിക്കുന്ന അമേരിക്കയിലെല്ലാം ധനികരാണെന്നല്ലേ. 10.6% പേര് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. 35.9 ലക്ഷം ആൾക്കാർ പിന്നെ അവിടെ പട്ടിണി കിടക്കുകയാണ്. ദശലക്ഷം, മില്യനാണ്. 35.9 മില്യൺ. ഓക്കെ. അപ്പോൾ ദശലക്ഷമാണ്. അത്രയും ദശലക്ഷം പേര് അവിടെ പട്ടിണി കിടക്കുകയാണ്. ദാരിദ്ര്യരേഖയിലൂടെ താഴെയാണ്, അവിടെ പട്ടിണി കിടക്കുകയാണ്. അവര് നിവൃത്തിയില്ലാതെ റോഡിലൊക്കെ അലഞ്ഞു തിരിയുന്ന ആൾക്കാരുണ്ട്. അപ്പം അവരെ നോക്കാതെ, അവരെ ശുശ്രൂഷിക്കാതെ, അവർക്ക് പണം കൊടുക്കാതെ എന്തിനാ ഇന്ത്യയിലേക്ക് അവർ പണം അടയ്ക്കുന്നത്? ഇതിന് പിന്നിൽ എന്തെങ്കിലും അവിടെയാണ് പ്രശ്നം. ചൈന വേറെ ഉദാഹരണം. ചൈനക്കാരൻ എന്തിനാ ഇന്ത്യക്ക് പണം തരുന്നത്? ഇന്ത്യക്കാർക്ക് ചൈനക്കാരന് എന്തിനു പണം തരുന്നു? അവൻ്റെ താല്പര്യം ഇന്ത്യയിലെ ദാരിദ്ര്യം മാറ്റുക എന്നുള്ളതാണോ? അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ചോദിക്കണ്ടേ, എന്തിനാണ് ചൈനക്കാരാ നീ ഇവിടെ പൈസ കൊടുത്തത്? ചോദിക്കുന്നേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. സുഹൃത്തെ, നിങ്ങൾ എന്തിനാണ് ചൈനക്കാരൻ്റെ നിന്ന് പൈസ വാങ്ങിച്ചത്? ചൈനക്കാരൻ്റെ നിന്നോ പാകിസ്ഥാൻ്റെ കാരൻ്റെ നിന്നോ ബംഗ്ലാദേശുകാരൻ്റെ നിന്നോ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് വാങ്ങിച്ചത്? ഏത് പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത്? അത് എത്ര വീതം നിങ്ങൾ ഉപയോഗിച്ചു? അപ്പോൾ ഇതൊക്കെ ഇവിടെ വരുന്നത് എന്തിനാണ്? ആർക്ക് കൊടുക്കാനാണ്? അതറിയണ്ടേ? അപ്പോൾ ഇത് നരേന്ദ്രമോദി ഇപ്പോൾ ദാ ഇറുക്കിയിരിക്കുന്നു. നരേന്ദ്രമോദി അല്ല മുറുക്കിയത് 2010 ഈ FCRA നിയമം ശരിയായ രീതിയിൽ മൻമോഹൻ സിംഗാണ് കൊണ്ടുവന്നത്. അദ്ദേഹം ബില്ല് കൊണ്ടുവന്നു, അത് പാസ്സാക്കിയെടുത്തു. പക്ഷേ അതിനകത്ത് റൂൾസ് ഫ്രെയിം ചെയ്തപ്പോൾ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഇട്ട് കൊടുത്തു. അപ്പം ആൾക്കാർക്ക് തോന്നുന്ന പോലെ പണം വാങ്ങിക്കാം. ഇപ്പോൾ ഒരാൾക്ക്, എനിക്കൊരു NGO ഉണ്ട്. ഞാനത് ഒരു സ്ഥാപനത്തിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് ഒരു 100 കോടി മേടിക്കുന്നു. എനിക്ക് 50 കോടി എൻ്റെ ഓഫീസ് ചെലവിന് ചിലവാക്കാം. അതെന്തൊരു കഥകടപ്പാ. ഞാൻ പാവങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് 100 കോടി പിന്നെ അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് വാങ്ങിക്കുന്നു, പാകിസ്ഥാനിൽ നിന്ന് വാങ്ങിക്കുന്നു, ബംഗ്ലാദേശിൽ നിന്ന് വാങ്ങിക്കുന്നു. അതിൽ 50 കോടി എനിക്ക് എൻ്റെ ഓഫീസ് ചെലവിനായിട്ട് എടുക്കാം. ബാക്കി 50 കോടി എന്തെങ്കിലും ഒരു കണക്ക് കാണിച്ചങ്ങ് ഞാനിത് പാവങ്ങൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് സംഗതി തീർത്താൽ മതി. വ്യക്തതയില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അത് പറ്റില്ല. നിങ്ങൾക്ക് ഓഫീസിന് തന്നെ ഈ 50 കോടി എന്തിനാ? 100 കോടി കിട്ടുമ്പോൾ 50 കോടി നിങ്ങളുടെ ഓഫീസിന് പുറത്തേക്കാണെങ്കിൽ പിന്നെ ഈ ഫണ്ട് നിങ്ങൾ വാങ്ങിക്കുന്നതിന്? നിങ്ങൾ ഈ 100 കോടി ഇവിടെ ചിലവാക്കേണ്ടതാണ്. പോട്ടെ, ഞങ്ങൾ സമ്മതിച്ചു 20%, അതായത് 20 കോടി നിങ്ങളുടെ ഓഫീസ് പണത്തിനായിട്ട് ഓഫീസ് ചില ചിലവിലേക്ക് എടുത്തു. ബാക്കി നിങ്ങൾ ഇവിടെ 80 കോടി നിങ്ങളിവിടെ ചിലവഴിക്കണം. അതിൽ 10 കോടി ആദ്യത്തെ വർഷം തന്നെ ചിലവഴിക്കണം. നിങ്ങളിത് വെച്ചോണ്ടിരുന്ന് നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഇങ്ങനെ രഹസ്യമായിട്ട് ചിലവഴിക്കാൻ നോക്കില്ല. ഈ പറഞ്ഞ ഫണ്ട് ഇപ്പോൾ ദരിദ്രത്തിന് നിർമ്മാർജ്ജനത്തിനാണ്, വിദ്യാഭ്യാസത്തിനാണ്, മതത്തിനാണ്, എന്തും ആയിക്കോട്ടെ, സാംസ്കാരികമാകട്ടെ, സാമൂഹികമാകട്ടെ, സാമ്പത്തികമാകട്ടെ, ഏതിനായാലും ആ പറഞ്ഞ 5 വിഭാഗത്തിൽ പറഞ്ഞിട്ടുള്ള 105 കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് എത്ര പണം ചിലവഴിച്ചോ ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ അത് പിടിച്ചു വയ്ക്കരുത്. അത് പിടിച്ചു വെച്ച് വേറെ വഴി കൂടെ കൊണ്ടുപോകരുത്. അതായത് ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പോൾ മുൻപ് നമ്മുടെ രാജ്യത്തേക്ക് അനധികൃതമായി പണം കയറ്റി വിടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുക, രാജ്യത്തിനെതിരെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് അത് ഉപയോഗിക്കുക തുടങ്ങിയ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് തരുള്ളന്നേ. ഇപ്പൊ ചൈന എന്തിനാ നമുക്ക് പൈസ തരുന്നത്? ചൈന പൈസ തരുന്നത് നമ്മൾ ആൻഡമാനിൽ ഒരു പോർട്ട് തുടങ്ങാൻ പാടില്ല. അവിടെ നമ്മളൊരു വലിയ സെറ്റപ്പ് ഉണ്ടാക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. കാരണം ബേ ഓഫ് ബംഗാളിൽ കൂടെയുള്ള അവരുടെ ആ ഒരു നാവിഗേഷനും അവരവിടെ നടത്തുന്ന വിധ്വംസ പ്രവർത്തനവും എല്ലാം നമ്മൾ വാച്ച് ചെയ്യും. നമുക്കവിടെ ഒരു പോർട്ട് വന്നാൽ പ്രശ്നമാണ്, നമുക്കൊരു എയർപോർട്ട് അവിടെ വന്നാൽ പ്രശ്നമാണ്. ഉടനെ തന്നെ ഇവിടുത്തെ NGOകൾ അവിടെ ബഹളം ഉണ്ടാക്കി, മരം മുറിക്കുന്നു, പ്രകൃതി സ്നേഹം. ഈ സഹ്യാദ്രി മുഴുവൻ നശിച്ചുപോയി. ഇവിടെ ഗാഡ്ഗിൽ എന്ന അപ്പൂപ്പനല്ലാതെ ആരും ഇവിടെ മുറവിളി കൂട്ടിയില്ല. പക്ഷേ ആൻഡമാൻ നിക്കോബാറിലെ ഒരു ഐലൻഡിലെ ഒരു മൂലയ്ക്ക് ഒരു പോർട്ട് തുടങ്ങാനായിട്ട് ഇന്ത്യ ഗവൺമെൻറ് തീരുമാനമെടുത്തപ്പോൾ ഹരിത ട്രിബ്യൂണൽ വരെ പറഞ്ഞു, നിങ്ങൾ ഒരു മരം മുറിക്കുന്നെങ്കിൽ 15 മരം അവിടെ വെക്കണം. അതും കൊച്ചു മരമൊന്നും വെച്ചാൽ പോരാ, പക്വതയായ ഏതാണ്ട് ഒരു വിത്ത് കൊണ്ടുവിട്ടിട്ട് വന്നാൽ പോരാ, ഒരുവിധം പക്വതയുള്ള ഒരു മരമാണ് അവിടെ നടേണ്ടത്. അപ്പോൾ ഇത് കോമ്പൻസേറ്റ് ചെയ്ത് വേണം ചെയ്യാൻ. ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് പറഞ്ഞാണ് ഇത് ഈ ഹരിത ട്രിബ്യൂണൽ അപ്പോഴേ ഇവിടെ കൊണ്ട് കേസ് കൊടുത്ത ആള്. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ കേസ് കൊടുക്കണമെങ്കിൽ എവിടുന്ന ഈ ഫണ്ട്? അപ്പോൾ ഇത് ചൈനയുടെ പണം ഇവിടെ വരുന്നത് ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ പോർട്ട് തുടങ്ങാനായിട്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട്, നമ്മുടെ അധീനതയിൽപ്പെട്ട ആൻഡമാൻ നിക്കോബാറിൽ ഒരു പോർട്ട് നമുക്ക് തുടങ്ങാൻ പാടില്ല, ഒരു എയർപോർട്ട് തുടങ്ങാൻ പാടില്ല. അപ്പോൾ ഉടനെ ഹരിത ട്രിബ്യൂണലിലേക്ക് വേണുഗോപാൽ എന്നൊരുത്തം കൊണ്ട് കേസ് കൊടുക്കുകയാണ്.
എനിക്ക് എവിടുന്ന ഈ പണം? എൻ്റെ വീട്ടിൽ നിന്നെടുത്തല്ലേ ഈ കേസ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചൈന തന്ന പണമാണ്. അത് കണക്ക് നോക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ചൈനക്കാരൻ്റെ പണം വാങ്ങിച്ചിട്ടാണ് ഇത്. പിന്നെ ഇതിനെതിരെ സമരം, ഭയങ്കര സമരം സംഘടിപ്പിക്കലാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് പ്രകൃതിയെ അവിടുത്തെ ട്രൈബൽസ്, ഇവിടുത്തെ രാഷ്ട്രീയക്കാരും NGOs മാത്രമല്ല രാഷ്ട്രീയക്കാരും ശക്തമായി വന്നിട്ടുണ്ട്. അല്ല, അതുകൊണ്ടാണ് ഈ നിയമം സ്ട്രിക്റ്റ് ആക്കിയത്. നരേന്ദ്രമോദി ചെയ്തത് വേറൊന്നുമല്ല. നരേന്ദ്രമോദിയുടെ നിയമമല്ലത്, ഇത് മൻമോഹൻ സിംഗിൻ്റെ നിയമമാണ്. അദ്ദേഹം പക്ഷേ 2014 അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ 2010 ഈ ബില്ല് എടുത്ത് വെച്ച് നോക്കിയപ്പം ഇതിൻ്റെ റൂൾസൊക്കെ ഫ്രെയിം ചെയ്തിരിക്കുന്നത് വളരെ വേഗമായിട്ടാണ്. ഈ എന്ത് തട്ടിപ്പ് നിങ്ങൾക്ക് നടത്താം, എത്ര കോടി വേണം അടിച്ചു മാറ്റാം, എങ്ങനെ വേണം മുക്കാം. അപ്പം നരേന്ദ്രമോദി പറഞ്ഞു അത് പറ്റില്ല, സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഫ്രെയിം ചെയ്യും. ഇപ്പം നമ്മളിപ്പോൾ ഏതിനും നിയമം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. നമ്മളൊരു പാർലമെൻറ്റിൽ ഒരു സാധനം പാസ്സാക്കിയാൽ അതിന് റൂൾസ് ഫ്രെയിം ചെയ്യണ്ടേ. ആ റൂൾസ് ഫ്രെയിം ചെയ്തത് വളരെ വേഗമായിപ്പോയി. അത് അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആക്കിയപ്പോൾ തൊട്ട് പണി തുടങ്ങി, പലരും പ്രശ്നത്തിലായി. അതാണ് ഇപ്പോഴും പറയുന്നത് നരേന്ദ്രമോദി കേന്ദ്രം ടൈറ്റൻ ചെയ്തു. കേന്ദ്രമല്ല ടൈറ്റൻ ചെയ്തത്, അല്ല ഇതിൽ മൻമോഹൻ സിംഗിന് ഉണ്ടാക്കിയ നിയമത്തിൽ അതെ അവര് സ്ട്രിക്റ്റ് റൂൾസ് ഉണ്ട്. മറ്റൊന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്, ഈ വിദേശ ഫണ്ട് കിട്ടുന്ന വിദേശ ഫണ്ട് ഉപയോഗിച്ച് മതപരിവർത്തനം നടത്താൻ പാടില്ല, അതൊഴിച്ച് ബാക്കി എല്ലാം നടത്താം. അതെ, ഈ മതം ഒന്നാമത്തെ സാധനം മതം നടത്തിക്കൊള്ളാനാ പറയുന്നത്. ഓക്കെ, മതപരമായ മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊള്ളാം, പരിവർത്തനം വേണ്ട. നിങ്ങൾക്ക് പ്രചരണം നടത്താം, നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ യോഗങ്ങൾ സംഘടിപ്പിക്കാം, നിങ്ങൾക്ക് ക്യാമ്പുകൾ നടത്താം, നിങ്ങൾ മതപുസ്തകങ്ങൾ ഖുറാനായാലും ബൈബിളായാലും ഒക്കെ ഇഷ്ടം പോലെ അടിച്ച് വിതരണം ചെയ്തോ, ഒരു പ്രശ്നമില്ല. ഭക്തിഗാനങ്ങൾ, യേശുക്രിസ്തുവിൻ്റെയും അള്ളാഹുവിൻ്റെയൊക്കെ ഭക്തിഗാനം അടിച്ച് തകർത്ത് വിട്ടോ, ഒരു കുഴപ്പമില്ല. കൾച്ചറലായിട്ടുള്ള ഇവൻറ്റ്സ്, അതാണ് ഞാൻ 105 എണ്ണം വരുന്നത്. ഈ കൾച്ചറലായിട്ടുള്ള ഇവൻറ്റ്സിൻ്റെ എല്ലാം നിങ്ങൾ തോന്നുന്ന പോലെ നിങ്ങൾ ചെയ്തോ. പള്ളി പുതുക്കി പണിതോ, പുതിയ പള്ളി പണിതോ, പുതിയ ഹാള് പണിതോ, ഹാളിൽ നിങ്ങൾ യോഗം വെച്ചോ, അതിന് മൈക്ക് വാങ്ങിച്ചോ, ഒരു പ്രശ്നമില്ല. ഇനി മൊബൈൽ മൈക്ക് വേണോ പ്രചരിപ്പിക്കാൻ? ഇത് ഭരണഘടനയുടെ 25 പിന്നെ ആർട്ടിക്കിൾ 25 നമുക്ക് മതം പ്രചരിപ്പിക്കാൻ ഒരു സാധനം നമ്മുടെ പൂർവികർ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇപ്പോൾ വലിയ ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. അതിന് ഖനിക്കുന്നില്ലപ്പാ, അത് നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം, പക്ഷെ ഇത് നടത്തിയിട്ട് ആളെ പിടിക്കരുത്. ഈ പണം ഉപയോഗിച്ച് നിങ്ങൾ ഈ മതത്തിലേക്ക് ഈ പണം തരാം, അങ്ങനെ ഒരു പരിപാടി പാടില്ല. ഇത് ഇവിടെ മാത്രമല്ലെന്നേ, ഈ ഡെമോഗ്രാഫിക് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ മുഖച്ഛായ മാറ്റിക്കളയും. ഇപ്പോൾ ഇറാൻ തന്നെ നമ്മൾ നോക്ക്. ഇറാൻ ഷിയാകളുടെ ഒരു സ്ഥാപനമായ ഒരു രാജ്യമായിട്ടും അവിടെ കർശന മതവ്യവസ്ഥകൾ, മതത്തിൻ്റെ ആചാരങ്ങൾ എല്ലാം വന്നിട്ട് ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറി. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരു രാജ്യത്ത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമേ ഇല്ലാതായി. സ്ത്രീകൾക്ക് മുഖം മാത്രമല്ല, ന്യൂഡ് സിനിമകൾ വരെ അവിടെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അതുപോലും പിന്നെ നടത്തിയിരുന്ന ഒരു രാജ്യത്ത് തൻ്റെ മുഖം പോലും പ്രദർശിപ്പിക്കാൻ ഒരു സ്ത്രീക്ക് പറ്റാതായി. വോളിബോൾ മത്സരങ്ങളിൽ അവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല, ഷോർട്ട്സ് ഇടാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ്, സൈക്കിൾ ചവിട്ടാൻ പാടില്ല, ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നു അവിടെ. അപ്പോൾ ആ ഡെമോഗ്രാഫിക് ചേഞ്ച് കൊണ്ട് വന്നത് എന്താണ്? ഒരു ജനതയുടെ സ്വഭാവം, അവരുടെ സംസ്കാരം, അവരുടെ ചിന്താഗതികളെല്ലാം മാറ്റിമറിച്ച് പറഞ്ഞു. ഇത് തന്നെയാണ് ഇന്ത്യയിലും സംഭവിച്ചത്. ഏതാനും ദിവസങ്ങൾ മുമ്പ് ഈ എന്താണ് ഒരു പർദ്ദ ധരിക്കാത്തതിൻ്റെ പേരിൽ ഒരു ഗായികയ്ക്ക് ചാട്ടവാറടി കൊള്ളേണ്ടി വന്നു. അപ്പം അവിടെ ഈ യുദ്ധത്തിന് മുമ്പ് ഉള്ള അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിനെ പൊളിച്ചെഴുതണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിന്നിരുന്നത്. അപ്പോഴാണ് ട്രംപും നെതന്യാഹു ഒക്കെ വിചാരിച്ചെന്നാൽ ഇപ്പം കയറി അടിച്ച് ആളുകൾ ഇളകിയിരിക്കില്ലേ, നമുക്കും കയറി പിടിക്കാന്ന് വെച്ചു. പക്ഷെ അപ്പോഴും അവരുടെ ദേശീയ ബോധം നടന്നു. അതോടെ ബാക്കി എല്ലാവരും വെച്ച് കിട്ടി. ഞങ്ങളുടെ പുറത്ത് കയറി കളിക്കാനൊന്നും ഒരുത്തനും വരണ്ട, ഞങ്ങളത് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇവിടെ ആര് ഭരിക്കണം, ആര് പപ്പറ്റിനെ വെക്കണോ, അതൊന്നും അമേരിക്ക തീരുമാനിക്കേണ്ട, ഇസ്രായേലും തീരുമാനിക്കേണ്ട, അത് ഞങ്ങൾ തീരുമാനിക്കും. 50-കൾ മുതൽ 79 വരെ അമേരിക്കയുടെ പപ്പറ്റ് ഭരണമായിരുന്നു അവിടെ. ഒന്നാം തരം അവരുടെ എക്സ്പ്ലോയിറ്റേഷൻ വളരെ വലുതായിരുന്നു. പെട്രോൾ അടിച്ചു മാറ്റില്ലായിരുന്നു പരിപാടി. പെട്രോൾ വെച്ച് ധനികരായവരാണ് അമേരിക്കക്കാർ, ഈ പെട്രോൾ, ഇറാൻ്റെ പെട്രോൾ. എന്നിട്ട് ഇപ്പോഴും പ്ലാൻ അത് തന്നെയായിരുന്നു. ഇപ്പം വെനിസ്വേലയിൽ കിട്ടിയ പോലെ പണം ഉണ്ടാക്കലായിരുന്നു ഈ പരിപാടി. അപ്പം ഈ ഒരു പ്രദേശത്തെ, ഞാൻ പറയുന്നത് നമ്മൾ സബ്ജക്റ്റ് വിട്ടുപോകണ്ട, ഒരു പ്രദേശത്തെ ജനതയുടെ സ്വഭാവം മാറുമ്പോൾ, അവരുടെ ജീവിത രീതി മാറുമ്പോൾ അവരുടെ സംസ്കാരം മൊത്തം മാറിപ്പോവുകയാണ്. ഒരു മതം എന്ന് പറയുന്നത് ഒരാളുടെ സംസ്കാരമാണ്, ആ സംസ്കാരം മാറിപ്പോവുകയാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് വേറൊന്നായി മാറും. ഇന്തോനേഷ്യ നമുക്കൊരു ഉദാഹരണം, ഇന്തോനേഷ്യ ടോട്ടലായിട്ട് മാറി. ഇന്തോനേഷ്യ ഹിന്ദു രാഷ്ട്രമായിരുന്നത് ഇസ്ലാമിക് രാഷ്ട്രമായിരുന്നു അല്ലേ? ആ ബാലി ഒഴിച്ച്, ബാലിയിൽ ഇപ്പോഴും അത്
എല്ലാം പരിരക്ഷിച്ചുകൊണ്ട് ഹിന്ദുക്കളെ അവിടെ സംരക്ഷിക്കുന്നുണ്ട്. അല്ല, ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഭാരത സംസ്കാരം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന സംസ്കാരമാണ് ലോകത്ത്. അതെ. അപ്പം ഇത് തന്നെയാണ് നമ്മുടെ ഐഡൻറ്റിറ്റിയും നമ്മുടെ കരുത്തും എല്ലാം. ഇതിനെയാണ് പാശ്ചാത്യ ലോകം ഭയപ്പെടുന്നത്. ഇതിൻ്റെ കരുത്തിനെയാണ്, ഇതിൻ്റെ ആത്മാവിനെയാണ്, ഇതിൻ്റെ സ്പിരിറ്റിനെയാണ് പാശ്ചാത്യ ലോകം ഭയപ്പെടുന്നത് എന്ന ഒരു വാദമുണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ പണം പമ്പ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഡെമോഗ്രാഫിക് ചേഞ്ചിനെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഈ മണ്ണിൻ്റെ മണമുള്ള ഒന്നും പാടില്ല, അത്തരത്തിലുള്ള സംസ്കാരം പാടില്ല, അത്തരത്തിലുള്ള കല പാടില്ല, അത്തരത്തിലുള്ള രാഷ്ട്രീയം പാടില്ല, അത്തരത്തിലുള്ള ജീവിത രീതി പാടില്ല. അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അതായത് നമ്മളെ ഇല്ലാതാക്കുക. അപ്പോൾ ഇറാൻ പറ്റി ഞാൻ പറഞ്ഞില്ലേ, ഇറാനെ ഇല്ലാതാക്കി കഴിഞ്ഞപ്പം അവരുടെ ഐഡന്റിറ്റി പോയി. അവർ തന്നെ വിതിൻ ദ ഗ്രൂപ്പ് ഫൈറ്റ് തുടങ്ങി. ഞങ്ങൾക്ക് ഇതല്ല വേണ്ടത്, ഞങ്ങൾക്ക് ഈ പർദ്ദയല്ല വേണ്ടത് എന്ന് പറഞ്ഞ് സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങേണ്ട അവസ്ഥ വരികയാണ്. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങേണ്ട അവസ്ഥ. അതുപോലെ ഇന്ത്യയിലും ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ആ സുഖവും സ്വാതന്ത്ര്യവും നമ്മുടെ ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. നമ്മുടെ ഒരു 1000 വർഷമായിട്ട് നമ്മളിൽ നിന്ന് അന്യം വന്നു പോയതാണ്. കാരണം പല ആക്രമണങ്ങൾ കാരണം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷം കുറേശ്ശെ ഇങ്ങനെ ഒന്ന് പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂ. അപ്പം ആ സാധനത്തിനെ പൊളിക്കുക എന്നുള്ളതാണ് ചൈന ഫണ്ട് തരുന്നതിൻ്റെ ഉദ്ദേശവും അമേരിക്ക ഫണ്ട് തരുന്നതിൻ്റെ ഉദ്ദേശവും. പക്ഷേ എന്നിട്ട് നമ്മൾ പറയുകയാണ് ഭരണഘടനയുടെ 25-ാം ആർട്ടിക്കിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എടുത്തോ. പക്ഷേ എടുത്ത കാശ് എവിടുന്ന് കിട്ടിയെന്ന് പറയാം ആശാനെ, അത് നിങ്ങൾ എന്തിനു ചിലവാക്കിയെന്ന് പറ. ഇത് പറയില്ല. അതുപോലെ തന്നെ ഈ വാങ്ങുന്ന പണം എന്തിനു വേണ്ടി ഉപയോഗിക്കും എന്ന് രേഖാമൂലം അറിയിക്കണം. അതിനൊരു ഡെസിഗ്നേറ്റഡ് അക്കൗണ്ട് വേണം. അതെ, അത് തെറ്റിച്ചാൽ ഇപ്പോൾ പിഴ ശിക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് തെറ്റിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. ഇത് ഇപ്പോൾ ഇവിടെ അർബൻ നക്സലുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തം. അതായത് ഇന്ത്യ ഗവൺമെന്റ് തകർക്കുന്നതിന് വേണ്ടിയിട്ട്, ഇന്ത്യയിലെ നിലവിലുള്ള സംവിധാനങ്ങളെ തകർക്കുന്നതിനായിട്ട്, നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും ദുർബലപ്പെടുത്തുന്നതിനായിട്ട് പലരും ഫണ്ട് ഉപയോഗിക്കുന്നു. അതിൽ അർബൻ നക്സൽസിൻ്റെ ഉപയോഗം ഇപ്പോൾ അമിത്ഷാ ഒരു കാര്യം ചെയ്തു, ഈ റൂറൽ നക്സലുകളെയൊക്കെ ഒന്ന് ഒതുക്കി, പട്ടാളത്തിനെ വിട്ടും നക്സലൈറ്റുകളെയൊക്കെ ഒന്ന് അടിച്ചൊതുക്കി. അവർക്ക് ഇതുപോലെ പണം കിട്ടിക്കൊണ്ടിരുന്നതാണ്. അവരാണ് ട്രൈബൽസിനെ കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഏജൻസി ആയിട്ട് നിന്നത്. കാരണം ഇവർക്ക് പണം കൊടുക്കുമ്പോൾ ഇവർ ട്രൈബൽസിന് ഈ പണം കൊടുത്തിട്ട് അവരുടെ പർപ്പസിന് ഉപയോഗിക്കും, കൺവേർഷന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പല നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലും ഈ കൺവേർഷൻ ഇത്ര അധികം തോതിൽ നടക്കുകയും 100% പിന്നെ ട്രൈബൽസും മാറിപ്പോകുന്ന അവസ്ഥ വന്നിരിക്കുന്നു. അപ്പം ഇത് അവിടെ മാത്രമല്ല, ഇനി വന്ന് നമ്മുടെ കേരളം വരെ ആയില്ലേ. ആന്ധ്രയിലും തമിഴ്നാട്ടിലും പൂർണ്ണമായും പിന്നെ അത്തരത്തിൽ മാറിയവർ എത്ര പേരുണ്ട്. പിന്നെ ട്രൈബൽസിനൊരു ഗുണം എന്ന് വെച്ചാൽ മതം മാറിയാലും അവർക്ക് അവരുടെ പിന്നെ ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടും. പക്ഷേ SCക്ക് അത് കിട്ടില്ല. ST വിഭാഗത്തിനേ അത് കിട്ടുള്ളൂ. SCക്ക് അത് കിട്ടാത്തതുകൊണ്ട് അവർ പേര് തങ്കരാജായിരിക്കും, പക്ഷേ മതം മറ്റൊന്നായിരിക്കും, പള്ളിയിൽ വേറൊരു പേരായിരിക്കും. ഇന്ത്യയിലെ നിയമങ്ങൾ അത്തരത്തിലാണ്, വളരെ ബ്രോഡായിട്ട്. അതായത് ഹിന്ദുത്വത്തിൻ്റെ ഒരു അടിത്തറയുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ഭരണഘടനയിൽ വളരെ ഓപ്പൺനെസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആ ഓപ്പൺനെസ് പലരും മിസ്യൂസ് ചെയ്യുന്നു. അതാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അർബൻ നക്സലുകൾ പലയിടത്തും പിടിമുറുക്കിയിരിക്കുന്നു, വിധ്വംസക പ്രവർത്തനങ്ങൾക്കായിട്ട് പണം ചെലവഴിക്കുന്നു. നമ്മൾ കണ്ടില്ലേ, 36 കാറുകൾ വാങ്ങിച്ചിട്ട് 36 സ്ഥലത്ത് ബോംബ് സ്ഫോടനം നടത്താനായിട്ട് ഡൽഹിയിലെ പിന്നെ യൂണിവേഴ്സിറ്റിയിലുള്ളവർ തയ്യാറാകുന്ന അവസ്ഥ. അപ്പം വൈറ്റ് കോളർ ടെററിസം വരെ ഇവിടെ ഭംഗിയായിട്ട് നടത്താൻ ഇത് NGOയുടെ പേരിൽ പണം വാങ്ങിച്ചുകൊണ്ട് ഇത് തടസ്സമുണ്ട്. ഇത് ബ്ലോക്ക് ചെയ്തേ പറ്റുള്ളൂ. സാർ നേരത്തെ പറഞ്ഞ ഈ ആദിവാസികളുടെ വിഷയത്തിൽ അത് ഇപ്പോൾ ഈ വ്യവസ്ഥയിൽ കർശനമായി പറഞ്ഞിട്ടുണ്ട്. ആദിവാസി വിഭാഗങ്ങൾ, ഗോത്ര വിഭാഗങ്ങൾ ഇവരുടെ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കരുത്. അവിടെ പിന്നെ ഈ കാശ് കൊടുത്തും ഒക്കെയുള്ള മതപരിവർത്തനം അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ഈ പണം കിട്ടിയാൽ ഇതിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അത് അനുവദിക്കില്ല. അത് അനുവദിക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ചില റിപ്പോർട്ടുകളുണ്ട്. അതായത് രാജ്യം സുസ്ഥിര വികസനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം പലതരത്തിൽ നടക്കും. അത് പാശ്ചാത്യ ശക്തികൾക്ക് ഇഷ്ടമല്ല. അവർ ഇത്തരത്തിലുള്ള ഗൂഢതന്ത്രങ്ങൾ ഒരുക്കി അതിനുവേണ്ടി രാജ്യത്തിനകത്തു നിന്നുള്ളവരെ കണ്ടെത്തി രാജ്യത്തിനെതിരെ ഫൈറ്റ് ചെയ്യാൻ, വിധ്വംസക പ്രവർത്തനത്തിന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പ്രാപ്തരാക്കുന്ന നടപടികൾ ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ട് എന്ന് പറയും. ഇപ്പോൾ നേരിട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അല്ല, ഇതിപ്പോൾ അകത്തുകൂടി യുദ്ധം ചെയ്യുക. അകത്തുനിന്നാണ് യുദ്ധം. ഇപ്പോൾ ചൈനയുടെ പരിപാടി അതാണ്. ചൈന ഒരിക്കലും ആരും അടിക്കില്ല, അവരകത്ത് പണി തന്നുകൊണ്ടിരിക്കും.
അകത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അകത്തുള്ള പ്രധാനപ്പെട്ട സാമൂഹിക സംഘടനകൾ. ഞാൻ പറഞ്ഞില്ലേ, ഹരിത ട്രിബ്യൂണലിൽ കേസ് കൊടുത്തവരെ പോലും നമ്മൾ ഇപ്പോൾ വളരെയും സംശയിക്കുകയാണ്. ഈ പാലമാനിൽ പോർട്ട് തുടങ്ങാനായിട്ട് എന്തിനാ ഇവർക്ക് തടസ്സം? അപ്പോൾ അവരവിടെ ട്രൈബൽസിനെ, ആ ട്രൈബൽസിൻ്റെ ആചാരം നഷ്ടപ്പെടുന്നു. ഇവിടെ ട്രൈബൽസിൻ്റെ ആചാരം മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. ഇന്ത്യയിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നമുക്ക് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. പല ഉദ്ദേശങ്ങൾക്കാണ് എന്നുള്ളത് കൊണ്ട് ഒന്ന് സ്ട്രിക്റ്റ് ആക്കിയപ്പോൾ ബഹളം തുടങ്ങി. അയ്യോ കുഴപ്പമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ആരൊക്കെയാണെന്നാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആരൊക്കെയാണ് കരയുന്നത്? ഈ കരയുന്നവനാണല്ലോ വിഷമം കൂടുതൽ. ഇവൻ എന്തിനാണ് കരയുന്നത്? വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. തന്ന കാശ് എത്ര, ആര് തന്നു, നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു, നിങ്ങൾക്ക് അതിന് അക്കൗണ്ട് ഉണ്ടോ, ഡെസിഗ്നേറ്റഡ് അക്കൗണ്ട് ഉണ്ടോ, പിന്നെ നിങ്ങൾ FCRA സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടോ, ഇതിൽ റിട്ടേൺസ് കറക്റ്റായിട്ട് കൊടുക്കാറുണ്ടോ? ഇത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. ഈ ചോദ്യങ്ങൾ 2010 മൻമോഹൻ സിംഗിൻ്റെ ബില്ലാണ്. ഓക്കെ, അത് ടൈറ്റൻ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ടൈറ്റൻ ചെയ്തപ്പം മോദി വെള്ളത്തിലായി. പിന്നെ 2020 അവരൊരു നിയമം കൊണ്ടുവന്നു കേട്ടോ. 2020 നരേന്ദ്രമോദി ഒരു സാധനം കൊണ്ടുവന്നു. അതെന്ന് വെച്ചാൽ അത് മറ്റൊന്നുമല്ല, ഈ പണം FCRAയിൽ ഈ ഡെസിഗ്നേറ്റഡ് അക്കൗണ്ടിൽ വരുന്ന പണം രാഷ്ട്രീയക്കാർക്ക് ഉപയോഗിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് തടയും. രണ്ടാമത്തേത്, ഇത് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നുണ്ടോ, ജഡ്ജിമാർക്ക് കൊടുക്കുന്നുണ്ടോ, പിന്നെ അതിനേക്കാൾ പ്രധാനമാണ് ഇവിടുത്തെ മീഡിയയ്ക്ക് കൊടുക്കുന്നുണ്ടോ. പ്രധാന മീഡിയകൾക്ക് ഈ പണം കൊടുത്ത് ഇന്ത്യക്കെതിരായി പ്രചരണം, ഇന്ത്യയുടെ സംസ്കാരത്തിനെതിരായി പ്രചരണം, ഇന്ത്യയുടെ ആചാരങ്ങൾക്കെതിരായി പ്രചരണം, ഇതൊക്കെ നടത്തുകയാണ് പലരും. ഇത്തരത്തിലുള്ള റിപ്പോർട്ട്, ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു, നമുക്കറിയാം. വന്നു. ഇതിനെയൊക്കെ പിടിക്കാനായിട്ട് 2020 ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമവും പിന്നെ പല ലൂപ്പ് ഹോളുകൾ ഉപയോഗിക്കുകയാണ്. ഇപ്പം പിന്നെ ഡെസിഗ്നേറ്റ് അക്കൗണ്ടിൽ നിന്നേ പണം വരുന്നത് എനിക്കൊരു പ്രത്യേക പർപ്പസ് പറഞ്ഞായിരിക്കും. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? അപ്പോൾ ഡെസിഗ്നേറ്റ് അക്കൗണ്ടിൽ നിന്ന് പണം പോയിരിക്കുന്നത് വേണുഗോപാൽ എന്ന് പറഞ്ഞ ആളിനായിരിക്കും. എന്നിട്ട് എന്നോട് പറഞ്ഞിരിക്കുന്നത് അറിയാമോ? കുറച്ച് താഴെ എടുത്തു, ബാക്കി മറ്റേ ആളിന് കൊടുക്കണം. അപ്പോൾ ഇത് വഴി മൂന്നാമതൊരുത്തിന് പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചാൽ ഇത് കണ്ടുകെട്ടണം എന്നുള്ള ഒരു സാധനം വരണം എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ ഇവിടെ വലിയ പുകിലായിട്ട് നമ്മൾ കഴിഞ്ഞ തവണ പള്ളി പൊളിക്കും, പിന്നെ ആരാധനാലയങ്ങൾ പൊളിക്കും എന്നൊക്കെ പറഞ്ഞു. ഇതിനേക്കാൾ വലുതാണ് സിഖുകാർ. ഈ പന്നൂരിൻ്റെയൊക്കെ പരിപാടിയുണ്ടല്ലോ, കാനഡയിൽ നിന്ന് എത്ര കോടികളാണ് ഇന്ത്യയിൽ ഖാലിസ്ഥാനിന് വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്നത്. ഖാലിസ്ഥാൻ എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ BJPക്ക് വേര് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് വരെ. അതിൻ്റെ കാരണം എന്താണ്? അവരൊരു പ്രത്യേക വിഭാഗമാക്കി നിർത്താനായിട്ട് വലിയ പണം അവിടെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചിലർക്ക് മാത്രമേ അവിടെ വോട്ടുകൾ കൊടുക്കാവൂ എന്നുള്ള രീതിയിൽ താഴെത്തട്ടിൽ വരെ പ്രചരണം നടത്തുന്നതിന് സാമ്പത്തിക സഹായം വലിയ തോതിൽ കിട്ടുന്നുണ്ട്. സാർ, ഇപ്പോൾ ആ ഒരു വിഷയത്തിൽ പുതിയ സർക്കാർ കാനഡയിൽ അധികാരമേറ്റതിന് ശേഷം കേന്ദ്ര സർക്കാരുമായി നല്ല ബന്ധത്തിൽ വന്നിട്ടുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ട് നമുക്ക് കൈമാറും തീർച്ചയായും. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തെ തകർക്കുന്ന പരിപാടി ഇനി നടക്കാൻ സാധ്യത കുറവാണ് എന്നുള്ള കാര്യം വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്നറിയാമോ? നമുക്കിപ്പോൾ കാനഡയായിട്ട് ഇതിനല്ല നമുക്കൊരു നിയമം ഉണ്ടാക്കേണ്ടത്. നമുക്ക് കാനഡയുമായിട്ട് വ്യാപാരം ഇങ്ങനെ കാര്യങ്ങളിൽ നിയമം ഉണ്ടാക്കുന്നതിനും അതിന് ഡിസ്കഷൻ നടത്തുന്നതിനും പകരം നമുക്ക് വിധ്വംസക പ്രവർത്തനം നടത്തുന്നതിനെതിരെ ഉള്ള കാര്യത്തിന് നമ്മുടെ ഫോറിൻ പിന്നെ അഫയേഴ്സിൻ്റെ എനർജി യൂസ് ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റെഡിയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പോൾ ഈ വിധത്തിൽ പണം എങ്ങനെ പോകുന്നു? ഇപ്പം ഞാനൊരു കാര്യം പറയാം. അമേരിക്കയ്ക്ക് പിന്നെ പണം തരാൻ നമുക്ക്, അമേരിക്കയ്ക്ക് ഇന്ത്യക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ വേറെന്താ ചെയ്യേണ്ടത്? അവർ ആ ടാരിഫ് കുറച്ചാൽ പോരെ? കറക്റ്റ്. കൊല്ലുന്ന ടാരിഫ് നമുക്ക്, അവർക്ക് ആവശ്യമുള്ള സാധനമാണ് നമ്മൾ കൊടുക്കുന്നത്. എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആണ്. ഇന്ത്യക്കാരൻ്റെ ഈ ഉടുപ്പ് മതി. എന്നിട്ട് അതിന് പിന്നെ 50%, 100%, 150% ടാക്സ് പിന്നെ ഹയർ ടാരിഫ് കൊടുക്കുകയല്ലേ? ഈ ടാരിഫ് കൊടുക്കുന്ന ആളിന് എന്തിനാ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് പൈസ തരുന്നത്? നമ്മളെ സഹായിക്കാനുണ്ടെങ്കിൽ ഇത് മാത്രം ചെയ്യാം, ഫ്രീ ആയിട്ട് ഒരു പൈസയും തരണ്ട. കറക്റ്റ്. നമുക്ക് ടാരിഫ് കുറച്ച് തന്നാൽ മതി. പക്ഷെ അത് ചെയ്യൂല. അപ്പം നമ്മളെ അവിടെ ഇറക്കും. പിന്നെ ഈ പൈസ അകത്ത് വരുത്തിയിട്ട് ഇതിനകത്തിട്ട് കുട്ടിച്ചോറാക്കി നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും നമ്മുടെ പിന്നെ വ്യോമ പിന്നെ പ്രതിരോധത്തെയും ഒക്കെ, അല്ലെങ്കിൽ പോർട്ടുകൾ ഉണ്ടാക്കുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ സ്പേസ് പിന്നെ റിസർച്ചിന് ഒക്കെ അട്ടിമറിക്കാനായിട്ട് ഈ പണങ്ങളൊക്കെ ഉപയോഗിക്കുകയാണ്. കറക്റ്റ്. ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള പല പ്രക്ഷോഭങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ, രഹസ്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം നമ്മൾ വേറെ കൂടംകുളം പദ്ധതി നമുക്കറിയാമല്ലോ. ആണവ പദ്ധതിക്കെതിരെ എന്തൊരു പ്രക്ഷോഭമായിരുന്നു. ഇവിടുന്ന് വരെ എത്ര ആശാന്മാർ പോയി സമരം ചെയ്തു. ആ ആശാന്മാർ ഭരണത്തിൽ വന്നപ്പം ഇതെടുത്താണ് നമ്മൾ പോർക്കെട്ടില്ലാതെ പോയത്, അല്ലേ? അപ്പോൾ ഇതാണ് സ്റ്റൈൽ. കൂടംകുളത്ത് ആണവ നിലയം ഉണ്ടാവാൻ പാടില്ല. കേരളത്തിന് ഒരു ബാധകമുള്ള കാര്യമല്ല. ഇത്രയും മാറി
വരുന്ന ഒരു ആണവ നിലയത്തിൻ്റെ കാര്യത്തിൽ പക്ഷേ അത് സമ്മതിക്കില്ല. എന്നിട്ട് അത് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ഭംഗിയായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്യുന്നു. നർമ്മദാ ബച്ചാവോ ആന്തോളന് ഇതിന് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. എല്ലാ പ്രകൃതി സ്നേഹികളുടെയും ഈ ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. ഇതിൽ വലിയ തോതിൽ ഇപ്പം ഞാൻ എല്ലാ പ്രകൃതി സ്നേഹികളൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇപ്പം നമ്മൾ ഗാഡ്ഗിലിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ ജെന്യുവനായിട്ടുള്ള കുറേ ആൾക്കാർ, പക്ഷെ അവരെ വെച്ചുകൊണ്ട് പലരും മിസ്യൂസ് ചെയ്യും. അവരുണ്ടാക്കുന്ന ഒരു മുദ്രാവാക്യം ഇവരങ്ങ് ഏറ്റെടുക്കും. അപ്പം മാധവ് ഗാഡ്ഗിൽ എന്ത് പറഞ്ഞോ ആ സാധനത്തിന് ഇവരങ്ങ് വിലക്കെടുക്കും. അദ്ദേഹം വളരെ റിസർച്ച് ചെയ്ത് വളരെ പാടുപെട്ട് നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു വിപത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് മുഴുവൻ അങ്ങ് ഏറ്റെടുത്തിട്ട് പിന്നെ ഇവരങ്ങ് പ്രചരണം തുടങ്ങി. ഇവർ ഈ പണം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുക, നമ്മൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുക, പോർട്ടുകൾ, എയർപോർട്ടുകൾ, പിന്നെ നമ്മുടെ വ്യോമസേനയുടെയും നാവികസേനയുടെയും ആസ്ഥാനങ്ങൾ കൊണ്ടുവരാനുള്ള സൗകര്യം, നമുക്ക് ബംഗാൾ ഉൾക്കടലിലേക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുമുള്ള കണ്ണുകൾ പൂട്ടിക്കെട്ടുക, ഇതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങും. ഇതാണ് ഇതിൻ്റെ കളി. ഈ കളി ഇനി സമ്മതിക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. അർബൻ നക്സൽസ് എന്ന് പറയുന്നത് ഇവരെയാണ്. അതായത് മറ്റേ നക്സൽ നേരെ കഴുത്ത് വിട്ടേന്ന്, ഇവൻ നല്ല കുട്ടപ്പനായിട്ട് ഒന്നതരം ജുബയും പ്രത്യേകതരം കണ്ണാടിയും കണ്ണാടിയുടെ അവിടെ ഒരു പിന്നെ ചരടും ഒക്കെ കെട്ടി പിന്നെ ഊശാൻ താടിയും ഒക്കെ ആയിട്ട് വന്ന് നമ്മളോട് മുക്കാൽ ഭാഗം ഇംഗ്ലീഷിലും കാൽ ഭാഗം മലയാളത്തിലും ഒക്കെ ചില കാര്യങ്ങൾ പറയും. നല്ലവനായ ഉണ്ണിയായി നടക്കും. അപ്പം നമ്മൾ ചോദിക്കുന്നത് ഒരു ബുദ്ധിജീവിയാണല്ലോ, കുളിക്കുകയില്ല. അപ്പോൾ പിന്നെ അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഒരു ബുദ്ധിജീവിയാണ്. കഷത്തൊരു പുസ്തകം കാണും, പിന്നെ ഉപയോഗിക്കുന്ന വാക്കുകൾ പ്രത്യേക തരത്തിലുള്ളതായിരിക്കും. അപ്പം നമ്മൾ ഇദ്ദേഹം ബുദ്ധിജീവിയാണ്, ഇദ്ദേഹം പറയുന്നതാണ് കറക്റ്റ്, നമ്മുടെ പ്രകൃതി നശിച്ചു പോകുന്നു, അപ്പം നമ്മൾ അത് ചെയ്യാൻ പാടില്ല. പിന്നെ ആതിരപ്പള്ളിയിൽ വെള്ളച്ചാട്ടത്തിൽ ലൈറ്റ് ഇടാൻ പാടില്ല. ഇപ്പം തുടങ്ങിയിരിക്കുകയല്ലേ ഓരോ പ്രശ്നങ്ങൾ. അപ്പം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കുത്തിപ്പോയിക്കൊണ്ടുവരും. ഇതിൻ്റെ എല്ലാം പിന്നിൽ ചില വിധ്വംസക പ്രവർത്തനങ്ങളുണ്ട്, ശക്തികളുണ്ട്. ആ ശക്തികളെ നമ്മൾ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പം അവർ തന്നെയാണ് ഈ ബഹളം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആര് കരയുന്നു നോക്കിയാൽ മതി. നമ്മൾ ഇത് യഥാർത്ഥ പിന്നെ പ്രകൃതി സ്നേഹിയാണോ കരയുന്നത്, യഥാർത്ഥ പിന്നെ വിദ്യാഭ്യാസ ഫണ്ട് ഉപയോഗിക്കുന്നവരാണോ കരയുന്നത്, യഥാർത്ഥ മതത്തിനാവശ്യമുള്ള പ്രചരണം നടത്തുന്നവരാണോ ഇത് ചെയ്യുന്നത്, അതോ മതത്തിൻ്റെ പേരിൽ ചാക്കിട്ട് പിടുത്തം നടത്തുകയും ആളെ പിടിക്കുകയും ചെയ്യുന്നവരെ, പിള്ളേരെ പിടിക്കുന്നവരെയൊക്കെ ആണോ ഇത് ഈ ബഹളം ഉണ്ടാക്കുന്നത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ലെൻസ് വെച്ച് നോക്കുന്നത്. ഈ പിന്നെ ആർക്ക് നിങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നു അയാളുടെ പേര് പറയാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഭാരവാഹി ആരെന്ന് പറയണം, ഭാരവാഹിക്ക് ആധാർ ഉണ്ടോ എന്ന് പറയണം, ആ ഭാരവാഹിയുടെ പേരിൽ ഡെസിഗ്നേറ്റഡ് അക്കൗണ്ട് ന്യൂഡൽഹിയിലെ SBIയിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പറയണം. എന്നിട്ട് ആ ഫണ്ട് അതുവഴി തന്നെയാണോ വരുന്നതെന്ന് പറയണം. ആ ഫണ്ട് നിങ്ങൾ ഈ പർപ്പസിന് തന്നെ ഉപയോഗിച്ചു എന്ന് സർട്ടിഫൈ ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ ഇത് കള്ളപ്പണമായിട്ട് കണക്കാക്കും എന്ന് പറയുന്നതിലാണ് വെപ്രാളം. കറക്റ്റ് അല്ല. ഇപ്പോൾ എനിക്കിതിൽ ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. അതായത് എൻ്റെ ഒരു സുഹൃത്ത് കുവൈറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാണാനായി നാട്ടിൽ നിന്നും, അദ്ദേഹത്തെ കാണാൻ വേണ്ടിയില്ല, അദ്ദേഹത്തെ പോലെയുള്ള കുറേ പേരെ കാണുക, ഫണ്ട് പിരിക്കുക, നാട്ടിലേക്ക് അയക്കുക, ഇതിനു വേണ്ടി വരുന്നു. ഒരു മതപരമായ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നയാൾ. അപ്പോൾ അദ്ദേഹം വന്നു, പണം എല്ലാം തന്നെ കളക്ട് ചെയ്തു, എൻ്റെ സുഹൃത്തിൻ്റെ അക്കൗണ്ട് വഴിയാണ് നാട്ടിലേക്ക് അയക്കുന്നത്. ഒരു പ്രാവശ്യം അയച്ചു, വലിയ എമൗണ്ടാണ് അയച്ചത്. വീണ്ടും അതേ ആവശ്യവുമായി വന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് അത് ശരിയല്ലല്ലോ എന്ന് തോന്നി, അത് തടഞ്ഞു. അങ്ങനെയാണ് സംഭവം. കാരണം ഇത് അക്കൗണ്ടബിൾ അല്ല. അതായത് ഒരു പേഴ്സണൽ അക്കൗണ്ട് വഴി നാട്ടിലേക്ക് അയക്കുകയാണ്. ആൻസറബിൾ ആകുന്നത് ഇദ്ദേഹമായിരിക്കും. ഒരു വർഷം എനിക്ക് 10 ലക്ഷം രൂപ വരെ എൻ്റെ ഒരു ബന്ധുവിൻ്റെ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിൻ്റെ പേരിൽ നിന്ന് എനിക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് എടുക്കാം. പക്ഷെ അതിൽ കൂടുതൽ വന്നാൽ ഞാൻ ഗവൺമെൻറ്റിനെ അറിയിക്കണം. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള ചില നിയമങ്ങളാണ്. 10 ലക്ഷം രൂപ ഒരു വർഷം എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു എമൗണ്ട് ആണ് അല്ലേ? പക്ഷെ അതുവരെ കുഴപ്പമില്ല, അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഞാനിത് അറിയിക്കണം. ഇതൊക്കെയാണ് ഇതിനകത്ത് വ്യവസ്ഥകൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു വിദേശി ഇവിടെ വന്ന് NGO തുടങ്ങാൻ പാടില്ല. അത് തുടങ്ങാം, അത് കേന്ദ്ര ഗവൺമെൻറ് അത്രയ്ക്ക് നല്ലൊരു പർപ്പസിനാണെന്ന് ബോധ്യം വന്നാൽ വേണമെങ്കിൽ തുടങ്ങാം. മദർ തെരേസയൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങൾ പോലെ വളരെ പരിശുദ്ധമായതാണെന്ന് കേന്ദ്ര ഗവൺമെൻറ് തോന്നുകയാണെങ്കിൽ അത് പൂർണ്ണമായും അത്തരത്തിലാണ് ഉപയോഗിക്കുന്നത്. കുഷ്ഠരോഗികളുടെ നിർമ്മാർജ്ജനത്തിനാണ്. ഈവൻ വലിയ ആരോപണങ്ങളാണ് ഇപ്പോൾ മദർ തെരേസയുടെ പണ്ട് നടന്നത്. വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണെന്നുള്ള തരത്തിൽ ചിലരുടെയൊക്കെ തന്നെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വിദേശത്ത് നിന്നും വലിയ തോതിൽ ഫണ്ട് വരുന്നു,
പക്ഷേ രോഗികളെയും മറ്റുമൊക്കെ തന്നെ പാർപ്പിച്ചിരുന്നത് വളരെ ദരിദ്രമായ സാഹചര്യത്തിലായിരുന്നു എന്നും അവർക്ക് വേണ്ട രീതിയിൽ ചികിത്സ നൽകിയിട്ടില്ല എന്നും അവർക്ക് ശരിയായ ശുശ്രൂഷയോ മറ്റ് സൗകര്യങ്ങളോ ഒരുക്കിയിട്ടില്ല എന്നും ഈ വെളിപ്പെടുത്തലുകളിലൂടെയാണ് അവർ പറയുന്നത്, പഴയ അന്തേവാസികളൊക്കെ തന്നെ. ഇപ്പോഴും നമ്മൾ നോക്കുക, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഒരു 4-5 വർഷത്തിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നപ്പം നേരെ പോയത് എവിടെ? കൽക്കട്ടയിലാണ്. അവരുടെ ആസ്ഥാനത്താണ് പോയത്, ഡൽഹിയിലേക്കല്ല പോയത്. നമ്മുടെ പ്രധാനമന്ത്രിയോ വിദേശകാര്യമന്ത്രിയോ വിദേശകാര്യ വകുപ്പിനെയോ അല്ല കണ്ടത്. അതെ, ഇവരെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അതിലൂടെ കറങ്ങി അങ്ങ് പോയി. അതെ, ഈ വക ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. ഇവരുടെയൊക്കെ ബന്ധം പെൻറ്റഗണുമായിട്ടുണ്ടെങ്കിൽ അതെന്താണ്? കറക്റ്റ്. എന്തിനാണ് നിങ്ങൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുമായിട്ട് ഒരു ഹിതമോ അവിഹിതമോ ആയ ബന്ധം വയ്ക്കുന്നു? അല്ലെങ്കിൽ എന്തിനാണ് അവർ നിങ്ങളെ സമീപിക്കുന്നത്? എന്തിനാണ് നിങ്ങൾക്ക് പണം തരുന്നത്? ഇത് ചോദിക്കുന്നു. സുതാര്യമായിരിക്കണം, അത്രേ ഉള്ളൂ. ഇറുക്കുന്നു, ഞെക്കുന്നു, പിന്നെ മതസ്വാതന്ത്ര്യത്തിന് കടന്നുകയറ്റം എന്ന് പറയേണ്ട കാര്യമില്ല എന്നാണ്. ഒരിക്കലും അത് പറയാൻ പാടില്ല. പറയുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ഗൂഢ ഉദ്ദേശം ഉണ്ടായിരിക്കും. അല്ല സർ, ഈ നിയന്ത്രണം നമ്മുടെ രാജ്യത്ത് മാത്രമാണോ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? തീർച്ചയായിട്ടും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതായത് ഇന്ത്യയിലേക്ക് പണം കൊണ്ടുവരാം, അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പണം കൊണ്ടുവരാം. പക്ഷേ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പണം പോയാൽ അവരുടനെ പിടിവീഴും. ആരാണ് ഈ പണം കൊണ്ടിരുന്നത്, എന്തിനാണ് കൊണ്ടിരുന്നത്, അവർക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. അവിടെ അവരുടെ 1000 കണ്ണുകൾ വരും. ചൈനയിലേക്ക് പണം കൊണ്ടുപോകാൻ പറ്റില്ല. ഇന്ത്യക്കാരൻ്റെ പണം ചൈനയിൽ ഇങ്ങനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ അവിടെ അഗതികൾക്കെന്ന് പറഞ്ഞോ, കുട്ടികൾക്ക് പാവ വാങ്ങിച്ചു കൊടുക്കാനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം വെട്ടുവീഴും, സമ്മതിക്കില്ല. പാകിസ്ഥാനിൽ പോലും സമ്മതിക്കില്ലല്ലോ. പാകിസ്ഥാനിൽ ഇന്ത്യക്കാരൻ്റെ പണം എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. നമ്മുടെ പണം അവർക്ക് ആവശ്യമില്ല. അപ്പം ഇത് കാണിക്കുന്നത് നമ്മുടെ നാട്ടിലേക്ക് ഇവർക്ക് എല്ലാം യഥേഷ്ടം കൊണ്ടുവരാം. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ വലിയ പ്രശ്നം. ഈ പണം ചെലവഴിക്കുന്നതിൻ്റെ കാരണം തന്നെ ഇത് തന്നെയാണ് ഇതിൻ്റെ കാരണം. അതായത് നമ്മുടെ രാജ്യം മറ്റൊരു രാജ്യത്തിന് പണം കൊടുക്കുന്നെങ്കിൽ, ആ രാജ്യം നമ്മുടെ രാജ്യത്തേക്ക് പണം തരുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ഉദ്ദേശം അവരുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരെ ഇതിനകത്ത് വളർത്തി വിധ്വംസ പ്രവർത്തനങ്ങൾ നടത്തി നമ്മുടെ സർക്കാരിനെ നിർവീര്യമാക്കുക, നമ്മുടെ പട്ടാളത്തെ നിർവീര്യമാക്കുക, നമ്മുടെ രാജ്യ സുരക്ഷയെ തകർക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതുകൊണ്ടാണ് അവരങ്ങോട്ട് അനുവദിക്കാത്തത്. നമ്മൾ ഇങ്ങോട്ട് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധരുടെ അഭിപ്രായം പുറത്തു വരുന്നത്. കുറച്ച് നാൾ മുൻപ് FCRA വിവാദമായപ്പോഴും ഇതേ അഭിപ്രായം പുറത്തു വന്നിരുന്നു. നമ്മുടെയൊക്കെ തന്നെ ചർച്ചകളിലൂടെ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. രാജ്യ സുരക്ഷ വലിയ രീതിയിൽ ഭീഷണി നേരിടുമ്പോൾ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുക സ്വാഭാവികമാണ്. അത് ഇന്ത്യ മഹാരാജ്യം മാത്രമല്ല, ലോകത്ത് നേരെ ചൊവ്വേ പ്രവർത്തിക്കുന്ന ഏതൊരു രാജ്യവും സ്വീകരിക്കുന്ന രീതി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 1. 2, വിദേശ ഫണ്ടുകൾ സ്വീകരിക്കാം, പക്ഷേ അത് എന്തിനു വേണ്ടിയാണ് എന്ന് വ്യക്തമായിരിക്കണം. അത് രാജ്യത്തിന് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് നിയമപരമായ കാര്യം തന്നെയാണ്. അല്ലാതെ നിയമം തെറ്റിച്ചുകൊണ്ട് നടത്തുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം ഒന്നും അല്ല. നിങ്ങൾക്ക് പറയാൻ സാധിക്കാത്ത എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ഈ പണത്തിൻ്റെ പിന്നിൽ, എങ്കിൽ മാത്രം നിങ്ങൾ ഭയപ്പെട്ടാൽ മതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊന്ന്. 2, മതപരിവർത്തനത്തിന് വിദേശ ഫണ്ട് സ്വീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തരുത്. അത് കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനും അപ്പുറം ഞാൻ ആദ്യം സൂചിപ്പിച്ച രാജ്യരക്ഷയുടെ കാര്യം, അത് വളരെ 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 സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് എന്ന് നമുക്ക് തന്നെ പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ലേ? നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഈ പണം ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന എത്രയോ തവണ പുറത്തു വന്നിരിക്കുന്നു. പിന്നെന്തിന് ഈ ബഹളം? ഇത് ശരിയായ രീതിയിൽ ചാനലൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെ എന്തിന് തടസ്സപ്പെടുത്തുവാനായി എതിർ ശബ്ദമുയർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.